പോലെ ഒരേ ഒരു കാര്യമേ ലഭിച്ചിട്ടുള്ളൂ, അത് സമയമാണ്. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണുള്ളത്. ആളുകളെ ലൈഫിൽ സക്സസ്ഫുൾ ആക്കുന്നതും ലൂസേഴ്സ് ആക്കുന്നതും ഇതേ 24 മണിക്കൂർ തന്നെയാണ്. വിജയികളായിട്ട് നാം കണക്കാക്കുന്ന ഓരോ ആളുകളും വിജയത്തിൽ എത്തിച്ചേർന്നത് ഈ 24 മണിക്കൂർ സമയം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചത് കൊണ്ടാണ്. ബിൽ ഗേറ്റ്സിനും മാർക്ക് സക്കർബർഗിനും ഉള്ളത് നമുക്കുള്ളത് പോലെയുള്ള 24 മണിക്കൂർ തന്നെയാണ്. ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ട് അത് 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലമോ ആവട്ടെ, എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്തത്? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്ര ദൂരമാണ് ബാക്കിയുള്ളത്? ദിവസം മുഴുവൻ സ്ക്രോൾ ചെയ്തും കൂട്ടുകാരോടൊപ്പം ഹാങ് ഔട്ട് ചെയ്തും ഉറങ്ങിയും തീർത്തിട്ട് എൻ്റെ ചുറ്റുമുള്ളതൊന്നും ഓക്കെ അല്ല, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിക്കാനായിട്ട് തീരെ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ, നിങ്ങൾ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. നിങ്ങൾ ഏതോ ഒരു ഫാൻറ്റസി വേൾഡിലാണ്. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട്, സ്വപ്നങ്ങൾ നേടാനായിട്ട് നാളെ എന്നൊരു ദിവസം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ അത് വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്. അങ്ങനെയുള്ള എത്രയെത്ര നാളുകളാണ് നിങ്ങൾ പാഴാക്കി കളഞ്ഞത്? എത്രയെത്ര ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമാണ് നാളെ എന്ന കാരണം കൊണ്ട് നിങ്ങൾ പാഴാക്കി കളഞ്ഞത്? അതെല്ലാം ഇനി തിരിച്ചു വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും അവയെല്ലാം തിരിച്ചു ലഭിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ബുദ്ധൻ പറഞ്ഞതുപോലെ, ദ ട്രബിൾ ഈസ് യു തിങ്ക് യു ഹാവ് ടൈം. ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള വസ്തു പണമോ സ്വപ്നമോ വജ്രമോ ഒന്നുമല്ല, അത് സമയമാണ്. നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് നമ്മുടെ സമയം തന്നെയാണ്. എപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടാനുള്ള കറൻസി ആയിട്ടാണ് സമയത്തെ നാം കാണേണ്ടത്. എന്നാലും എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, സാധാരണ കറൻസി ചെലവഴിക്കുന്നത് പോലെ സമയത്തെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തിരികെ വരില്ല എന്നാണ്. ലോസ്റ്റ് ടൈം ഈസ് നെവർ ഫൗണ്ട് അഗെയിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നിങ്ങളൊരു സെക്കൻഡോ മിനിറ്റോ മണിക്കൂറോ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് പോയി. ഇനി ഒരിക്കലും അത് തിരികെ ലഭിക്കില്ല. സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. സമയം പാഴാക്കുന്നതിന് എതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിക്കുക, ഇനി എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന്. ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ള ഗോൾസ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുക. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ആ ഗോൾസിനായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളല്ലെങ്കിൽ മറ്റാരാണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക? ആര് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം നിങ്ങളുടേത് മാത്രമാണ്. അത് നേടുക എന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളെപ്പോലെ മറ്റാരും അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യില്ല. എന്തിന്? നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യില്ല. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിനായിട്ട് കാത്തിരിക്കരുത്. കാരണം അങ്ങനെ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റ് ഒരിക്കലും നിങ്ങളെ തേടി വരില്ല. മറിച്ച് മുന്നിലുള്ള ഓരോ മൊമെൻറ്റും പെർഫെക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് ഇസ് ദ റൈറ്റ് മൊമെൻറ്റ് ടു സ്റ്റാർട്ട്, ദ പെർഫെക്റ്റ് മൊമെൻറ്റ് ടു സ്റ്റാർട്ട്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയുമാണ്. മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയ്ക്കുള്ള ഫ്യൂവലാണ് ഇവ രണ്ടും. റിമെമ്പർ, നമ്മൾ ഇതുവരെ ചെയ്തത് തെറ്റായിരുന്നിരിക്കാം, നമ്മൾ ഒരുപാട് തവണ വീണു പോയിരിക്കാം, എങ്കിലും സാരല്ല. മിസ്റ്റേക്സ് എപ്പോഴും നമുക്ക് അനിവാര്യമാണ്. ബിക്കോസ് മിസ്റ്റേക്സ് ആർ ദ ബെസ്റ്റ് ടീച്ചേഴ്സ്. സോ ലേൺ ഫ്രം ദം. ഓർക്കുക, നമ്മൾ എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമ്മൾ എങ്ങനെയെല്ലാം സമയം ചെലവഴിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ വഴി ചൂസ് ചെയ്യുക. ഓരോ നിമിഷവും കോൺഷ്യസ് ആയിട്ട് ചെലവഴിക്കാം. ടൈം ഈസ് വാട്ട് വി വാണ്ട് മോസ്റ്റ്, ബട്ട് വാട്ട് വി യൂസ് വേസ്റ്റ്. തിങ്ക് അഗെയിൻ, വാട്ട് ആർ യു ഡൂയിങ്? ശരിക്കും നിങ്ങൾക്ക് സമയം ഇല്ലാഞ്ഞിട്ടാണോ, അതോ നിങ്ങൾ അലസമായിട്ട് അലക്ഷ്യമായിട്ട് സമയം പാഴാക്കി കളയുന്നതാണോ? ദിസ് ഇസ് എ വേക്കപ്പ് കോൾ. പോയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമല്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും ടൈം വേസ്റ്റ് ആവും എന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. സോ പുഷ് യുവർ സെൽഫ് ടു മൂവ് ഫോർവേഡ്. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയതുപോലെ ഇനിയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനായിട്ടാണോ നിങ്ങളുടെ പ്ലാൻ? ചുറ്റുമൊന്ന് നോക്കൂ. വലിയ വലിയ നേട്ടങ്ങൾ നേടിയവർ എല്ലാം തന്നെ അവരുടെ സമയം ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയായി തീർന്നത്. നിങ്ങൾ ലക്ഷ്യത്തിൻ്റെ മേൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബട്ട് അവിടെ നിർത്തി നിങ്ങൾ സമയം മറ്റു കാര്യങ്ങൾക്കായിട്ട് ചിലവഴിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ തന്നെയാണ് ദുഃഖിക്കേണ്ടി വരിക. സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് യൂസ് യുവർ ടൈം വൈസ്ലി.